ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അതായത് പിരിഞ്ഞുപോയ വ്യക്തി ഈ റിലേഷൻഷിപ്പിലേക്ക് ഇനി തിരിച്ചു വരുമോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പേഴ്സൺ തിരിച്ചു വരും തന്നെയാണ് ഇതിൽ കാണിക്കുന്നുള്ളത്. കാരണം നിങ്ങൾ നിങ്ങളെന്നുള്ളൊരു വ്യക്തി വളരെയധികം ദുഃഖിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊന്നും നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ആ ഒരു വ്യക്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ എണീറ്റ് കരയുക, ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലേക്ക് കൂടെയാണ് ഈ കാണുന്ന പ്രേക്ഷകർ, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെയധികം എനർജി ഡൗൺ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെയധികം ഡൗൺ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്, ദ ഫുൾ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് ഈ ഒരു പേഴ്സൺ വീണ്ടും തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ പേജ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇവിടെ ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് പിണങ്ങി നോ കോണ്ടാക്ട്, ആ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടോ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ. ഞാൻ അധികം കാർഡ് എടുത്തിട്ടില്ല. നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനും നിങ്ങൾ ആ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു കാലചക്രം എൻഡ് ആവുകയാണ്. കാരണം ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്ന പോലത്തെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഇനിയൊരു അങ്ങോട്ടുള്ള ലൈഫിലേക്ക്. കാരണം ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ആ ഒരു വ്യക്തി എന്തായാലും തിരിച്ചു വരുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ വ്യക്തിക്ക് ഇപ്പൊ എന്നെ കുറിച്ചൊരു ചിന്തയില്ല, അല്ല എന്നല്ല, നിങ്ങളെ കുറിച്ചൊരു ചിന്തയില്ല, ആ വ്യക്തി വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം സെവൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. കാരണം ആ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് ഉൾപ്പെട്ടുകൊണ്ട് വളരെ ബിസി ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ, യൂണിവേഴ്സ് നിങ്ങളുടെ ഓർമ്മകളും മനസ്സിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തിക്ക്. കാരണം നിങ്ങളുടെ പേരുകളോ അല്ലെങ്കിൽ നിങ്ങൾ മൊത്തമുള്ള നിമിഷങ്ങളോ അല്ലെങ്കിൽ ഓരോരോ സൈനുകളോ നിങ്ങൾക്കും അവർക്കും യൂണിവേഴ്സ് അവരുടെ ഇതിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയാനൊക്കെ ഒരു ക്യൂരിയോസിറ്റി. ഇപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും, നിങ്ങളും അവരെ ആ ഒരു വ്യക്തിയെ മറന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആ വ്യക്തിയിൽ ഇപ്പൊ കാണുന്നുണ്ട്. കാരണം ആരെയോ ഈ വ്യക്തി ഇവിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോ അവരോ ആ വ്യക്തി നിങ്ങളോ അവരോ ആയിട്ട് ഇന്ന് രാത്രിയിൽ മറ്റേ നിങ്ങൾ തമ്മിലുള്ള ആ ഓർമ്മകളൊക്കെ വന്ന്, അല്ലെങ്കിൽ അവരെ സ്വപ്നം കാണുകയോ ഓർമ്മകളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടിരുന്ന് കരയണതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരാളുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് കുറച്ച് നാള് നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് യൂണിവേഴ്സ് ആയിട്ട് തന്നൊരു ഗ്യാപ്പായിട്ടാണ് കാണുന്നത്. കാരണം കുറച്ച് നാള് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാനുള്ളൊരു ഗ്യാപ്പും കൂടി ആയിട്ടാണ് യൂണിവേഴ്സ് ഇതിനെ തന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ വ്യക്തിക്കും നിങ്ങളുടെ സ്നേഹം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫൂൾ കാർഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിയർ കട്ട് ആയിട്ട് പറയാൻ സാധിക്കും, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പതിയെ തിരിച്ചു വരുന്നുണ്ട്. ഒന്നുകൊണ്ടും നിങ്ങളത് വെറീഡ് ആവണ്ട. തിരിച്ചു വന്ന കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ബാലൻസിങ് ആണ് കാണിക്കുന്നത്. കാരണം പേജ് ഓഫ് വാൺസ് ഉണ്ട്. അതായത് വളരെയധികം ആഗ്രഹം നിങ്ങളുടെ രണ്ടുപേരെ ഉള്ളിലുണ്ട്, ആ ഒരു വ്യക്തിയെ കാണണമെന്നും ഈ ഒരു പിണക്കം എത്രയും പെട്ടെന്ന് മാറ്റണമെന്നും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇപ്പൊ മാറ്റണമെന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്.